ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ BPCC 104ൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ്. അതായത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ അഥവാ സ്പിയർമാൻസ് റോ. അതിന് ഈസിയസ്റ്റ് മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഇക്വേഷനാണ് P ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. ഇതിൽ P ഡിനോട്ട് ചെയ്യുന്നതാണ് സ്പിയർമാൻസ് റോ. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഡിഫറൻസ് സ്ക്വയർഡ് എന്നാണ്. ആ ഡിഫറൻസ് സ്ക്വയർഡ് എന്താണെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, അതായത് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്കോർസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിപ്പം ക്വസ്റ്റ്യൻ വരുന്നത് ഡേറ്റ 1 അല്ലെങ്കിൽ ഡേറ്റ 1 ഡേറ്റ 2 എന്നായിരിക്കും, അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് ഡേറ്റ തരുന്നത്. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോളം ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻറ്റ്, അത് കഴിഞ്ഞ് ഡേറ്റ 1, അത് കഴിഞ്ഞ് ഡേറ്റ 2. അതിനെ റിലേറ്റ് ചെയ്താണ് ബാക്കി കോളംസ് എല്ലാം നമ്മൾ എഴുതുന്നത്. അടുത്തതെന്ന് പറയുന്നത് റാങ്ക് ഫോർ ഡേറ്റ 1, അതിനെ നമ്മൾ R1 എന്ന് ഡിനോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത കോളം എന്ന് പറയുന്നത് റാങ്ക് ഫോർ ഡേറ്റ 2, അതിനെ നമ്മൾ R2 എന്നും ഡിനോട്ട് ചെയ്യും. ഇനി അടുത്ത കോളമാണ് ഡിഫറൻസ് ഇൻ റാങ്ക്സ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, R1 മൈനസ് R2 ഈസ് ഈക്വൽ ടു D. അടുത്ത കോളം ഡിഫറൻസ് സ്ക്വയർഡ്. ഇത്രയുമാണ് നമ്മുടെ കോളം. അങ്ങനെ ടോട്ടൽ നമുക്ക് 7 നമ്പർ കോളമുണ്ട്. എന്നിട്ട് നമ്മൾ പാർട്ടിസിപ്പൻസ് എഴുതാം. 1 to 10 വരെ നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ടെക്സ്റ്റിലെ 142 പേജിലെ പ്രോബ്ലമാണ് ഇപ്പം പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡേറ്റ എഴുതാം. തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം ഡേറ്റ 1 എന്ന് പറഞ്ഞ് എഴുതാം, ഡേറ്റ 2 എന്ന് പറഞ്ഞ് നമ്മുടെ കോളം എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് റാങ്ക് ഫോർ ഡേറ്റ 1. ഇപ്പം റാങ്ക് ഫോർ ഡേറ്റ 1 എന്ന് കാണുമ്പോൾ നമുക്ക് എങ്ങനെ റാങ്ക് ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നമുക്കത് നോക്കാം. ഇപ്പം ഡേറ്റ 1 സെലക്ട് ചെയ്യുക. ഡേറ്റ 1 നോക്കുമ്പോൾ 45 ഉണ്ട്, 34, 23, 22, 65, 32, 30, 25, 32, 21. ഇതിനെങ്ങനെ നമ്മൾ 1 തൊട്ട് 10 വരെ നമ്പർ കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാ? 21 ആണ്. അപ്പം 21ന് നമുക്ക് 1 എന്ന് പറഞ്ഞ് റാങ്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ഹയസ്റ്റ് നമ്പർ 2. അങ്ങനെ നമ്മൾ എല്ലാ നമ്പേഴ്സിനും റാങ്ക് കൊടുക്കണം. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഡേറ്റ 2 റാങ്ക് ചെയ്യുമ്പോഴും വരുന്നത്. അവിടെ ലീസ്റ്റ് നമ്പർ 20 ആണ്. 20ക്ക് നമ്മൾ 1 എന്ന് കൊടുത്തു, 21ന് 2 എന്ന് കൊടുത്തു, 25ന് 3 എന്ന് കൊടുത്തു. അങ്ങനെ ഫുൾ ഡേറ്റയും നമ്മൾ അവിടെ റാങ്ക് ചെയ്തു. ഇപ്പോൾ ഇനി അടുത്ത സ്റ്റേജാണ് ഡിഫറൻസ് ഇൻ റാങ്ക്സ്. ഡിഫറൻസ് ഇൻ റാങ്ക്സ് വരുമ്പം R1 മൈനസ് R2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് കോളം പാർട്ടിസിപ്പൻസ് 1ൻ്റെ അകത്ത് നമുക്ക് ഡേറ്റ 1 എക്സ് കിടക്കുന്ന 45ഉം ഡേറ്റ 2 40 ആണ്. അപ്പം നമ്മൾ റാങ്ക് കൊടുത്തു വന്നപ്പോൾ നമുക്ക് 2ൻ്റെ റാങ്ക് വന്നിരിക്കുന്നത് 9 എന്നാണ്. R1 9 ആണ്, R2 9 ആണ്. അപ്പം ഡിഫറൻസ് ഇൻ റാങ്ക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? R1 മൈനസ് R2 ഈസ് ഈക്വൽ ടു 0 വരും. അങ്ങനെ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പം 8 മൈനസ് 8 0, 3 മൈനസ് 3 0, 2 മൈനസ് 2 0, അങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ വരുന്നത്. ഈ കിട്ടിയേക്കുന്ന റാങ്ക്സിൻ്റെ ഡിഫറൻസിനെ സ്ക്വയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഡിഫറൻസ് സ്ക്വയർഡ് അതായത് D സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷനിലെ വേണ്ട വാല്യൂ സിഗ്മ D സ്ക്വയർ ആണ് നമുക്ക് അവിടെ വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ D സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ D സ്ക്വയർ എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? അവിടെ 18 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ D കിട്ടിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും സ്ക്വയർ കാണുക,
എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതാണ് സിഗ്മ ഡി സ്ക്വയർ. ഇവിടെ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ എത്ര കിട്ടിയിരിക്കുന്നത്? 18 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിന് നേരെ നമ്മൾ കൊണ്ട് എവിടെ ഇട്ട് കൊടുക്കണം? നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് സിഗ്മ ഡി സ്ക്വയറിൻ്റെ വാല്യൂ ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സിഗ്മ ഡി സ്ക്വയർ എത്രയാ? 18. അപ്പം പി ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു 18 ഹോൾ ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. അപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഈ 6 ഇൻറ്റു 18 ആണോ 1 നിന്ന് മൈനസ് ചെയ്യേണ്ടത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ എല്ലാം കൂടെ, അതായത് 6 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1 എന്നതിൻ്റെ വാല്യൂ ആണ് നമ്മൾ 1-ൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 6 ഇൻറ്റു 18 കമ്പ്യൂട്ട് ചെയ്യുമ്പം 108 കിട്ടും. 108 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 99. അപ്പോൾ എത്ര വരും? 1 മൈനസ് 108 ഡിവൈഡ് ബൈ 990 വരും. അപ്പോൾ 108നെ 990 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0.11 എന്ന് വരും. അപ്പം നമുക്ക് 1 മൈനസ് 0.11 എത്രയാണോ അതാണ് നമ്മുടെ അപ്പം നമുക്ക് 1 മൈനസ് 0.11 ചെയ്യുന്നത് എത്രയാണോ അതാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എത്രയാ? 0.89. 0.89 ആണ് പിയുടെ വാല്യൂ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ഇതെല്ലാം പഠിച്ചിട്ട് പോവുക. താങ്ക്